ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ (RBI) എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ (RBI) ഒരു ലാഭേച്ഛ അഥവാ പ്രോഫിറ്റിനു വേണ്ടിയുള്ള സ്ഥാപനമല്ലെങ്കിലും 2023 സാമ്പത്തിക വർഷത്തിൽ 2.20 ലക്ഷം കോടി രൂപയുടെ വമ്പിച്ച ലാഭം നേടിയിരുന്നു. അത് എങ്ങനെ സാധ്യമായി എന്നറിയാം. 1. സീനിയറേജ് എന്താണ്? RBIയുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് സീനിയറേജ്. പണം അച്ചടിച്ചുകൊണ്ട് ലാഭം നേടുന്ന പ്രക്രിയയാണിത്. RBI 100 രൂപയുടെ ഒരു നോട്ട് അച്ചടിക്കുമ്പോൾ അത് ബാങ്കുകൾക്ക് സൗജന്യമായി നൽകുന്നില്ല. ബാങ്കുകൾ RBIക്ക് 100 രൂപ നൽകിയാണ് നോട്ട് ഏറ്റുവാങ്ങുന്നത്. ഒരു നോട്ട് അച്ചടിക്കാനുള്ള ചെലവ് വെറും 2 രൂപയാണെങ്കിൽ RBIക്ക് 98 രൂപയുടെ ലാഭം ലഭിക്കുന്നു. എന്നാൽ RBI ഈ പണം നിഷ്ക്രിയമായി വയ്ക്കുന്നില്ല. 2. RBI പണം എങ്ങനെ നിക്ഷേപിക്കുന്നു? ബാങ്കുകൾക്ക് വായ്പ. ബാങ്കുകൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്കായി RBIയിൽ നിന്ന് പണം കടം വാങ്ങാം. ഇതിന് ബാങ്കുകൾ പലിശ നൽകണം. സർക്കാർ ബോണ്ടുകൾ വാങ്ങൽ. സർക്കാർ പണം കടം വാങ്ങാൻ ബോണ്ടുകൾ പുറത്തിറക്കും. RBI ഈ ബോണ്ടുകൾ വാങ്ങി പലിശ നേടും. വിദേശ നിക്ഷേപം. US ഗവൺമെന്റ് ബോണ്ടുകൾ പോലുള്ള വിദേശ ആസ്തികളിൽ RBI നിക്ഷേപിക്കുന്നു. ഇത് ഡോളർ കരുതൽ ഭണ്ഡാരം വർദ്ധിപ്പിക്കുകയും ഡോളർ മൂല്യം ഉയരുമ്പോൾ ലാഭം നേടുകയും ചെയ്യുന്നു. ഫോറക്സ് ട്രേഡിംഗ്. 2023 സാമ്പത്തിക വർഷത്തിൽ വിദേശ കറൻസികൾ വാങ്ങി വിൽക്കുന്നതിലൂടെ RBIക്ക് 1 ലക്ഷം കോടിയിലധികം രൂപ ലാഭമുണ്ടായി. 3. വരുമാനവും ചെലവും. 2023 സാമ്പത്തിക വർഷത്തിൽ RBIക്ക് 2.35 ലക്ഷം കോടി രൂപ വരുമാനമുണ്ടായി. അച്ചടിക്കൽ ചെലവ്, സേവന ഫീസ്, ജീവനക്കാരുടെ ശമ്പളം എന്നിവയായിരുന്നു പ്രധാന ചെലവുകൾ. ഇത് ഏകദേശം 15,000 കോടി രൂപയായിരുന്നു. ആദായ നികുതി അടയ്ക്കേണ്ടതില്ലാത്തതിനാൽ RBIക്ക് വൻ ലാഭം ലഭിക്കുന്നു. 4. RBIയുടെ ലാഭം എന്ത് സംഭവിക്കും? കണ്ടിജൻസി ഫണ്ട്. അപ്രതീക്ഷിത സാഹചര്യങ്ങൾക്കായി 1.30 ലക്ഷം കോടി രൂപ കണ്ടിജൻസി ഫണ്ടിൽ നിക്ഷേപിച്ചു. സർക്കാരിന് ലാഭവിഹിതം 87,000 കോടി രൂപ സർക്കാരിന് ലാഭവിഹിതമായി നൽകി. 5. RBI സർക്കാരിന് പണം നൽകുന്നത് എന്തിന്? RBI സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതിനാൽ അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമ പദ്ധതികൾ, സൈന്യത്തിന്റെ ശക്തിവർദ്ധനവ് തുടങ്ങിയ സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ലാഭത്തിന്റെ ഒരു ഭാഗം സർക്കാരിന് നൽകുന്നു. 6. RBIയുടെ പ്രധാന ലക്ഷ്യം വില സ്ഥിരത നിലനിർത്തൽ, പണപ്പെരുപ്പം നിയന്ത്രിക്കൽ, സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കൽ, രൂപയുടെ മൂല്യത്തിൽ വിശ്വാസം നിലനിർത്തൽ. അതിനാൽ പണപ്പെരുപ്പം തടയാൻ RBIക്ക് പരിധിയില്ലാതെ പണം അച്ചടിക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ, കറൻസി അച്ചടിച്ചും നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്തും വിവേകപൂർവ്വം ലാഭം നേടിയും RBI 2023 സാമ്പത്തിക വർഷത്തിൽ വൻ ലാഭം നേടി. ഈ ലാഭം അടിയന്തര സാഹചര്യങ്ങൾക്കായി സംരക്ഷിക്കപ്പെടുകയും സർക്കാർ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.